താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ 2025 ഏപ്രിൽ 5 ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും നടത്തപ്പെടുകയാണ്. കത്തോലിക്ക കോൺഗ്രസിന്റെയും വിവിധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും നടത്തപ്പെടുന്നത്. മലബാറിന്റെ മലയോരത്തിൽ കാട്ടുമൃഗങ്ങളോടും പകർച്ചവ്യാധികളോടും പടപൊരുതിയാണ് ക്രൈസ്തവർ തങ്ങളുടെ ജീവിതം പച്ചപിടിപ്പിച്ചത്. എന്നാൽ ഇന്ന് അവർ ഏറെ ദുരിതങ്ങൾ അനുഭവിക്കാൻ ഇടയാകുന്നു. സർക്കാർ സംവിധാനങ്ങളും അവകാശങ്ങളും എല്ലാം ഈ മലയോര ജനതയ്ക്ക് എതിരായി നിലകൊള്ളുന്ന സാഹചര്യത്തിലാണ് ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള ക്രൈസ്തവ സമൂഹത്തിന്റെ അതിജീവനത്തിനും നിലനിൽപ്പിനും സഹായകമായ 284 നിർദ്ദേശങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്ന ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട് നടപ്പിലാക്കുക, ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിലെ അനീതി അവസാനിപ്പിക്കുക, EWS സംവരണ മാനദണ്ഡങ്ങൾ സുതാര്യമാക്കുക, പൂർണ്ണമായും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ വനനിയമങ്ങൾ മാറ്റുക, 1971 ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെന്റ് ആക്ട് അമെൻമെന്റ് 2023 സർക്കാർ പിൻവലിക്കുക, മനുഷ്യത്വരഹിതമായ കർശന വനനിയമങ്ങൾ കൊണ്ടുവന്ന് വന്യമൃഗങ്ങളെ ശാസ്ത്രീയമായി നിയന്ത്രിക്കാതെ കാടിന്റെ ഫലഭൂയിഷ്ഠത നശിപ്പിച്ച് ജനവാസ മേഖലകളിലേക്ക് അവയെ ഇറക്കിവിടുന്ന നടപടികൾ മാറ്റി ജനങ്ങൾക്ക് സംരക്ഷണം നൽകുക, എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കുക, ലഹരിയുടെ പിടിയിൽ നിന്നും സമൂഹത്തെ രക്ഷിക്കുവാനാവശ്യമായ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ താമരശ്ശേരി രൂപതയിലെ വിവിധ സംഘടനകളുടെ പിന്തുണയോടെ കോഴിക്കോടിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായ മുതലക്കുളം മൈതാനിയിൽ ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന സമ്മേളനം നടത്തുന്നത്. 2025 ഏപ്രിൽ 5 കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ആരംഭിക്കുന്ന അവകാശ പ്രഖ്യാപന റാലി മുതലക്കുളം മൈതാനിയിൽ എത്തിച്ചേർന്നതിന് ശേഷം പൊതുസമ്മേളനം ആരംഭിക്കും. തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാമ്പ്ലാനി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഷെഗ്ന ന്യൂസ്, കോഴിക്കോട്.